ഹലോ ഡിയർ വ്യൂവേഴ്സ്, ഡിഎസ്ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. നല്ല തിരക്കുള്ള ഒരാഴ്ചയായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങളും പിന്നെ മൊത്തത്തിൽ മൈൻഡും ഹെൽത്തും ഒക്കെ കുറച്ചൊന്ന് സൈഡായിരുന്നു. ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ഉഷാറായിട്ട് തിരിച്ചു വന്നിക്കാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. കഥ ഇൻ ദ സെൻസ് ഇത് നേരിട്ട് എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. എൻ്റെ വളരെ അടുത്ത് ഉള്ള ഒരു ഫാമിലിയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ പരിചയമുള്ള ഒത്തിരി പേരുണ്ടാവും. ആ ഫാമിലിയിലുള്ളവർ തന്നെ ഇത് കേൾക്കുന്നുണ്ടാവും. പക്ഷെ സാരമില്ല, ആർക്കും ഹേർട്ട് ആവാത്ത രീതിയിൽ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് ചുരുക്കി പറയാം. എന്നിട്ട് ആ ഒരു മെയിൻ ഇൻസിഡൻറ്റിലേക്ക് കിടക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയാണെങ്കിലും ജനറൽ ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ കമൻറ്റ് സെക്ഷൻ. കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആണ്. എന്ത് വേണമെങ്കിലും നമുക്കതിനകത്ത് സഭ്യമായ രീതിയിൽ സംസാരിക്കാം. എനിക്കും ഇഷ്ടമാണ് കേട്ടോ കമൻറ്റ് സെക്ഷനിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് കണ്ടോ ഇങ്ങനൊരു സിമ്പിൾ അവിടെ, അതൊന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും പാതിക്ക് വെച്ച് നിർത്തുന്നത് നല്ലതല്ല. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഴുവൻ കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ഇവിടെ വരെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. മെയിനായിട്ട് ഇനിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കിടക്കാം. എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. ആ ഫാമിലിയിലെ അച്ഛനും അമ്മയും, അവർ പാരൻസ് രണ്ടുപേരും ഒരു 15 ഇയേഴ്സിൽ അധികമായിട്ട് പരസ്പരം എനിക്ക് അറിയുന്നത് 15 വർഷമാണ്. അതിൽ മേലെയായിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നില്ല ആ വീട്ടിൽ. ആൻറ്റിയും അങ്കിളും പരസ്പരം സംസാരിക്കാതെയാണ് ആ വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. സ്റ്റിൽ എനിക്കറിയില്ല ആ ഇൻസിഡൻറ്റ് എന്താണെന്ന്. ഞാൻ ഇൻഡയറക്റ്റ്ലി ഒരു തവണ, അതായത് എനിക്ക് കുറച്ച് ചിന്തിക്കാനുള്ളൊരു കഴിവും ഒക്കെ വന്ന സമയത്ത് ഞാൻ ഒരു തവണ ഇൻഡയറക്റ്റ് ആയിട്ട് ആൻറ്റിനോട് ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചിരിയായിരുന്നു ഉത്തരം. മക്കൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഇടപെടാൻ വേണ്ടി അവരുടെ ഫാമിലിയിൽ വളരെ അടുത്ത് നിൽക്കുന്ന 2-3 പേര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരിന്ന് വരെ, ആൻറ്റി ആയിക്കോട്ടെ അങ്കിൾ ആയിക്കോട്ടെ, ഇന്ന് വരെ എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചത്, തങ്ങൾ എന്തുകൊണ്ടാണ് അകന്ന് ഒരു കൂരയുടെ ഉള്ളിൽ ജീവിക്കുന്നത്, എന്നാൽ ഡിവോഴ്സ് ആയിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി രമ്യതയിൽ മുന്നോട്ട് പോയിക്കൂടെ, അങ്ങനെ ഒരു കാര്യവും അവർ അക്സെപ്റ്റ് ചെയ്യാതെ ഒരു വീടിൻ്റെ ഉള്ളിൽ പാരലായിട്ട് കടന്നു പോകുന്ന 2 നേർരേഖകൾ പോലെ അവർ ജീവിക്കുകയാണ്. 15 വർഷത്തിലധികമായി. ആൻറ്റി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും, അങ്കിള് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും, കുക്ക് ചെയ്യും. ടൈം ആകുമ്പോൾ ഫുഡ് എടുത്ത് ഡൈനിങ് ടേബിളിൽ ആൻറ്റി കൊണ്ടുവയ്ക്കും. അങ്കിള് ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി വെക്കും. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അങ്കിള് നോക്കിയും കണ്ടും വാങ്ങും. ആൻറ്റി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആള് പകുതിക്ക് വെച്ച്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ആൻറ്റി റിസൈൻ ചെയ്തു. വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബായിരുന്നു അത്. ആൻറ്റി റിസൈൻ ചെയ്തു. ഒരുപാട് പേര് ആൻറ്റീനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ ശ്രമിച്ചു എങ്കിലും ആൻറ്റി അതിനൊന്നും വഴങ്ങിയില്ല. പക്ഷെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം, സ്റ്റിൽ ഈ ഇൻസിഡൻറ്റ് എന്ന് പറയാൻ എന്താണ് ഇൻസിഡൻറ്റ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇൻസിഡൻറ്റിന് ശേഷം ആൻറ്റി ഭയങ്കരമായിട്ട് അങ്ങ് ഗ്ലൂമി ആയിപ്പോയി. വല്ലാതെ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ആൻറ്റി എന്താണ് ഇപ്പം എനിക്ക് തോന്നുന്നു ആൻറ്റി സ്റ്റിച്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 തവണ ആൻറ്റിയുടെ മോള് ഇതേപോലെ ഒരു 2-3 തവണ സ്റ്റേറ്റസ് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻറ്റി ഹാൻഡ്ലൂം ചെയ്യുന്നത്, ഇങ്ങനെ ഒരു എന്താണ് ക്രോഷ്യൊക്കെ പോലെ എന്തോ സംതിങ് ചെയ്യുന്നതൊക്കെ ഞാൻ സ്റ്റേറ്റസിൽ കണ്ടു. പിന്നെ അതും നിർത്തി. ഒറ്റ തവണ ആൻറ്റി ഏതോ ഒരു ടീമിൻ്റെ കൂടെ ട്രിപ്പ് പോയതായിട്ട് എനിക്കറിയാം. അതും ഈ പറയുന്ന പോലെ വളരെ വളരെ ഒരു 10 കൊല്ലം കൂടുമ്പോൾ ഒരു തവണ എന്നൊക്കെ പറയുന്ന പോലെ. അങ്കിളും ഈ പറയുന്ന പോലെ നല്ലൊരു ജോബായിരുന്നു. നമ്മൾ രാഷ്ട്ര സേവനം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ജോബായിരുന്നു. ജോബ് റിസൈൻ ചെയ്തു. എനിക്ക് തോന്നുന്നു VRS എടുത്തതാണെന്ന്. അങ്കിള് തിരിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. പരസ്പരം മിണ്ടാതെ, നന്മയ്ക്കും തിന്മയ്ക്കും ഇല്ലാതെ, സുഖത്തിലും ദുഃഖത്തിലും ഇല്ലാതെ, ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഇല്ലാതെ 2 പേരൊരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നു. ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ ഭയങ്കര ജോളിയാണ് കേട്ടോ. ലൈക്ക് അങ്കിള് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കും, ഹഗ് ചെയ്യും. അങ്കിള് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. എനിക്കിങ്ങനെ അങ്കിളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വിങ്ങലാണ് കാണാൻ കഴിയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വരുന്ന കാര്യം, അങ്കിൾ ആയിക്കോട്ടെ ആൻറ്റി ആയിക്കോട്ടെ, 2 പേരുടെ ഒരു ജീവിതം ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷത്തോളം അവരുടെ ജീവിതത്തിൻ്റെ മേജർ പാർട്ട് അവർ മിണ്ടാതെ ഉരിയാടാതെ
ജീവിച്ച് തീർത്തു എന്നുള്ളതാണ്. ജീവിതത്തിലെ ഒരു തരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാതെ, ഒരു തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നേരിട്ട് കാണാതെ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി അശേഷം പോലും ഒരു ജ്ഞാനമില്ലാതെ അവരങ്ങ് ജീവിച്ചു. നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പിന്നെ എത്ര അധികം വേറൊരാളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം നമ്മുടെ സന്തോഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ് ഉണ്ട്, നമ്മുടെ പാർട്ട്ണറുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ഏറ്റവും നല്ല അയൽക്കാരുണ്ട്. ഇവരെല്ലാവരും ചേർന്നതാണ് നമ്മുടെ ഒരു കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ നമ്മൾ സംസാരിക്കുന്നില്ല, നമുക്കൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ ജീവിതത്തിൽ എത്ര അധികം സംസാരിച്ചിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്കിളിന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണോ ആൻറ്റി ജീവിതം എൻജോയ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാത്തത്? ജീവിതത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും ആൺ പെൺ വ്യത്യാസമില്ലാതെ വിവാഹം കഴിച്ചവർ, അല്ലെങ്കിൽ കുട്ടികളുള്ളവർ, കുട്ടികളില്ലാത്തവർ, അങ്ങനെ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും തുല്യമായി ആസ്വദിക്കാൻ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ആസ്വദിക്കാൻ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ള വാശിക്ക് ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആൻറ്റിക്ക് ഒരു മോളും ഒരു മോനാണ് ഉള്ളത്. മോള് ഈ പറയുന്ന പോലെ ഒത്തിരി കാലം അവള് ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് എനിക്കറിയാം കേട്ടോ. ഇവരുടെ ഇഷ്യൂ കാരണം, ഇഷ്യൂ എന്താന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. സ്റ്റിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇവർ നല്ലൊരു കപ്പിളായിരുന്നു. ആ ഒരു സ്വിച്ച് ഇട്ട പോലെ രണ്ട് പേര് ജീവിതത്തിൽ ഇറങ്ങി പോകുന്നുമില്ല, കൂട്ടി യോജിക്കുന്നൊന്നുമില്ല. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു അത്ഭുതമാണ് അവരെ കാണുമ്പോൾ. ഇത്രയും വാശി, അല്ലെങ്കിൽ ഇത്രയും വിട്ടുകൊടുക്കാതെ ജീവിക്കുന്ന രണ്ട് പേര്. എന്നാൽ അങ്ങ് വിട്ടു പൊക്കൂടെ എന്നാണ്, അതിനും സമ്മതിക്കാതെ. അപ്പം ഇത് ഞാൻ ആലോചിക്കാൻ കാരണം, നമ്മുടെ നബീസുമ്മ കഴിഞ്ഞ ദിവസം മണാലിക്ക് ട്രിപ്പ് പോയി. 25 വർഷം മുന്നേ അവരുടെ ഭർത്താവ് മരിച്ചു പോയി. അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട്, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ, വല്ല മൂലയ്ക്കും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട ഒരു സ്ത്രീ ഏതോ ഒരു അന്യ സ്ഥലത്ത് മഞ്ഞിൽ വാരി കളിക്കാൻ പോണു. അത് പോരാഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കണമെന്ന്. ഇതൊരു മഹാപാതകമായിട്ടാണ് സമൂഹത്തിൽ, ഇന്ന മതം എന്നില്ല കേട്ടോ, ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും സ്ത്രീകള് കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതിനെയും സ്ത്രീകൾ അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നതിനെയും സന്തോഷിക്കുന്നതിനെയും എതിരാണ് എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. എക്സ്പീരിയൻസ് ഒരു 10 ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ അവർ പറയുന്നത് ഇതാണ്, ആ മൂലക്കില്ലേ, ആ കോർണറിൽ അവിടെ ഇരിക്കുക, ഓടിപ്പോയ അടുക്കളയിലേക്ക് പോവുക, തിരിച്ചു വരിക. അതിൻ്റെ അപ്പുറം പോകാനുള്ള ഒരു അധികാരമോ അനുവാദമോ ഒക്കെ നിങ്ങൾക്ക് ആരാണ് തന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പുരുഷന്മാർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ മനുഷ്യന്മാർക്കും, ഈ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാ മനുഷ്യന്മാർക്കും ആസ്വദിക്കാനാണ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവർക്കോ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലുള്ളവർക്കോ മാത്രമായിട്ട് ഈ ലോകത്ത് പ്രകൃതി ഒന്നും ഒരുക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കാര്യങ്ങളൊന്നും എന്നെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ, ആ ആൻറ്റിയും അങ്കിളും ജീവിതം കണ്ടിട്ടില്ല, ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നല്ല പ്രായത്തിലാണ് അവരുടെ ജീവിതം ഹോമിച്ച് അവരൊരു വീട്ടില് പരസ്പരം ആരും അവരെ പിടിച്ച് തളച്ചതൊന്നുമല്ല. പരസ്പരം അങ്ങ് തളച്ച് സ്വന്തമായിട്ട് അങ്ങ് നിന്ന് പോയതാണ്, ഒതുങ്ങിക്കൂടുകയാണ്. പകരം ഈ ഒരു നബീസുമ എന്ന് പറയുന്ന ഉമ്മ, 25 വർഷത്തോളം ഈ മൂലയ്ക്ക് തന്നെയായിരുന്നു, ഈ ഉസ്താദ് പറയുന്ന പോലെ. അതിനുശേഷം അവർക്ക് തോന്നുകയാണ്, അവരുടെ 2 സെന്റ് പണയം വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങണം, നമ്മുടെ കണ്ണ് തുറന്ന് നോക്കണം. നമുക്കപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ്, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു, ഇതിനൊന്നും ഒരു ആൻസർ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാത്ത കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങൾ, അനുഭവിക്കാത്ത പല പല വസ്തുതകളും നമുക്ക് വെറുതെ നമ്മുടെ ഈ സ്റ്റെപ്പ് ഒന്ന് വെച്ച് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോഴും പാപമായിട്ടും ഭയങ്കര വലിയ കൊടും ക്രൂരതകളായിട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അങ്ങേയറ്റത്തെ തെറ്റുകളായിട്ടും ഒരു പർട്ടിക്കുലർ വിഭാഗം മുൻവിധി എഴുതി വെട്ടിത്തിരുത്തുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്, ഈ ന്യൂസിലും റീൽസിലും ഷോർട്സിലൊക്കെ ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസിൻ്റെയൊക്കെ താഴെ എന്തോരം പോസിറ്റീവ് കമൻസ് ആണെന്നറിയോ. ഈവൻ ഒരു നെഗറ്റീവ് കമന്റ് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ സ്ത്രീകൾ സന്തോഷിക്കുന്നതിന് ഒരു മനുഷ്യനും എതിരല്ല എന്നുള്ളതാണ്. ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യന് പോലും ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ആൻറ്റി വന്ന് മുമ്പിൽ നിന്ന് നിഷ്കളങ്കമായി ചിരിച്ചു കഴിഞ്ഞാൽ പോലും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ടാവും കേട്ടോ, അത്രയും ക്രൂരന്മാരായ മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ട്. അതൊരു ഭാഗം, അതൊരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള
ഒരു വിഭാഗം, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷെ പറയാണ്, മനസ്സിൽ ഒരു തരി നന്മ, ഒരു കുഞ്ഞു നന്മ ഈ ലോകത്തോടും നമ്മൾ ജനിപ്പിച്ച പാരൻസിനോടും നമ്മുടെ കൂടെ വളർന്ന ആളുകളോടും ഉള്ള മനുഷ്യന്മാർക്കാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ ജീവിതം എൻജോയ് ചെയ്യുന്നതിനെ ഒരു തരത്തിലും ഒരു മുൻവിധിയോടെയോ പാപമായിട്ടോ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അശ്വതി ശ്രീകാന്തിന്റെ ഒരു പുസ്തകമുണ്ട്, കഴിഞ്ഞ വർഷം വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് കാളി എന്ന് പറഞ്ഞിട്ട്. അതിൽ എൻ്റെ, ഇഫ് ഐ എം നോട്ട് റോങ്, ഏറ്റവും ആദ്യത്തെ കഥ പ്യൂപ്പ എന്ന് തന്നെയാണ് അതിന്റെ പേര്. ആ കഥ ഒന്ന് വായിക്കാത്തവര് ആ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കണം കേട്ടോ. ആ പുസ്തകത്തിലെ ഏറ്റവും ബെസ്റ്റ് കഥയാണ് കേട്ടോ പ്യൂപ്പ എന്ന് പറയുന്നത്. അതിൽ അവർ പറയുന്നത് അവരുടെ ഭർത്താവ് മരിച്ച് 41 ആ ഒരു സമയത്തിന് ശേഷം അവർ ജീവിതത്തിൽ എടുക്കുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ, അവര് ഈവൻ അവർ ഉപയോഗിക്കുന്ന സാരിയിൽ പോലും, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും, അവർ ഒരു പെറ്റിനെ വാങ്ങുന്നതിൽ പോലും ഒരു എന്താ പറയുക, എസ്തെറ്റിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു നന്മ, കുളിർമ, ഒരു ഭംഗി, നിർമ്മലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അത് നമുക്ക് കാണാൻ പറ്റും. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീക്ക് ഒരു തടവറ അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ വെച്ചിട്ടുള്ളതാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വാലായ്മ എന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ. വാലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇത് ആ വേർഡ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് 1 വർഷം വാലായ്മയാണ്. ആ 1 വർഷം അവര് നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. സന്തോഷമുള്ള, ഇപ്പൊ ഫാമിലിയിൽ ഒരു മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നും ഇവർക്ക് പോവാൻ പാടില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാലായ്മ സാരി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാരിയുടെ സെക്ഷൻ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ടെക്സ്റ്റൈൽസിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വാലായ്മ സാരി വേണമെന്ന് പറഞ്ഞാൽ അവർ നേരെ കൊണ്ടുപോവുക വാലായ്മ സാരിയുടെ സെക്ഷനിലേക്കാണ്. അതായത് കറുപ്പും വെള്ളയും കലർന്ന സാരികൾ 1 വർഷം നമ്മൾ അത് ഉപയോഗിക്കണം. ഒരു തരത്തിലുള്ള സന്തോഷവും നമ്മൾ ഒരു വസ്ത്രത്തിൽ പോലും, വസ്ത്രത്തിന്റെ വെളുമ്പിൽ പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈശോ ആവട്ടെ, കൃഷ്ണനാവട്ടെ, ശിവനാവട്ടെ, പടച്ച തമ്പുരാനാവട്ടെ, ഇവരാരും അന്നത്തെ കാലത്ത്, അതായത് ഇവർ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആ കാലത്ത് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി, ഭയങ്കര സാഡായിട്ട് തന്നെ പറയട്ടെ, ഈ നിയമങ്ങളൊക്കെ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. ഭാര്യ മരിച്ച ഏതെങ്കിലും ഭർത്താവ് പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെയും ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി വാലായ്മൻ ആയിരിക്കുന്നതും കറുപ്പും വെള്ളയും വസ്ത്രം മാത്രം ധരിച്ച് നടക്കുന്നതും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഒരു നേരം ഉപവസിച്ച് ഒരു നേരത്തെ ആഹാരം വർജിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഇങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പെരുമാറ്റച്ചട്ടം ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ എവിടെയെങ്കിലും ഒരു ക്ലോസ് വെച്ചതുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത്, നമ്മൾ സ്ത്രീകളെ ഒരു സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ, ഒരു കൂടിൻ്റെ ഉള്ളിൽ മാറ്റി വെക്കുന്നത് അവർക്ക് സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടച്ചു കൊട്ടി പൂട്ടി സീലിട്ട് വെക്കുന്നതിനെയാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ആളുകളും എന്താ പറയാ, ഇങ്ങനെ മുന്നിട്ട് നോക്കുന്നത്. അവരിങ്ങനെ ഉറ്റു നോക്കുന്നത് അതിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. നബിസുമയുടെ ആ ഒരു എന്താണ് സെൽഫി ക്യാമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവരാ പറയുന്നത്, കണ്ടോളി മക്കളെ ഞാൻ മഞ്ഞാണ് ആസ്വദിക്കുന്നതെന്ന്. നമുക്കിങ്ങനെ ഒരു തുള്ളി കളിക്കാൻ തോന്നുന്ന പോലെ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് വരും. അതിനെ പുച്ഛിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, 25 വർഷത്തിന് മുന്നേ ഭർത്താവ് മരിച്ച് മൂലയ്ക്ക് കുത്തിരിക്കേണ്ട ഒരു സ്ത്രീ നാട് ഇറങ്ങാൻ പോയിക്കണം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമുക്ക് ആരാന്ന് പോലും അറിയില്ല, അദ്ദേഹം ആരാന്ന് പോലും അറിയാതെ തന്നെ നമുക്കിങ്ങനെ ഒരു ദേഷ്യം വരും നമ്മുടെ ഉള്ളില്. ഒരാള്, ഈ ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളിൽ ഒരു വ്യക്തി ഒരു സ്ഥലം കാണാൻ പോയി, അവര് തിരിച്ചു വന്നു. അത് എങ്ങനെയാണ് ഒരാളുടെ, അല്ലെങ്കിൽ ഒരു മതത്തിനെ, ഒരു ദൈവത്തിനെ, ഒരു നിയമങ്ങളെ ബാധിക്കുന്നത്? എങ്ങനെയാണ്? അവര് സന്തോഷിക്കുകയല്ലേ ചെയ്തത്. അവർ എന്തെങ്കിലും പാപം ചെയ്തോ? ആരെങ്കിലും മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ അവര് ഉപദ്രവിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. അത്രേ പറയാനുള്ളൂ. ജീവിതം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അടച്ചുപൂട്ടി സ്വയം കുത്തിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്തൊക്കെ ആളുകൾ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കും എന്ന് പറഞ്ഞ് അങ്ങ് വാതിൽ തുറന്ന് പറന്നു പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഇവരും കൂടെയുള്ളതാണ് ഈ ലോകം. നമുക്ക് മനുഷ്യരെ ചിലപ്പോൾ മനസ്സിലാവില്ല. എത്രത്തോളം തിരുത്താൻ ശ്രമിച്ചാലും സ്വയം തിരുത്താതെ ഇപ്പോഴും കൂടിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലെങ്കിൽ ആരോടോ ഉള്ള വാശിക്ക് സ്വന്തം ജീവിതം തളച്ച് ആരെയോ പേടിച്ചിട്ട് ഒക്കെ ഒതുങ്ങിക്കൂടുന്ന മനുഷ്യന്മാരുണ്ട്. ഇവരോടൊക്കെ നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാനും ധൈര്യം കൊടുക്കാനും ഒക്കെ തന്നെ പറ്റുള്ളൂ. അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ബാക്കിയൊക്കെ അവരവരുടെ കയ്യിലാണ്. അത്രേ പറയാനുള്ളൂ. നബിസുമയ്ക്ക് ഒരു വലിയ ഹഗ്ഗാണ് എനിക്കിതിൽ കൊടുക്കാനുള്ളത്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഹഗ്ഗാണ്, സ്നേഹമാണ് എല്ലാം. ഇവരത് കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല, കാരണം നമ്മളൊരു ചെറിയ ചാനലാണ്. പക്ഷെ എൻ്റെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയും മനസ്സ് നിറഞ്ഞ സ്നേഹവും
അത്രയും ഒരു സന്തോഷവും ഈ കൈപ്പിടിയിലും എൻ്റെ ഹൃദയത്തിലും നിന്ന് ഞാനിങ്ങനെ പറിച്ചു തരികയാണ്. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ്, സിന്ദഗി ഓഫ് ദിൽന. ബൈ ബൈ.